എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും സംശയമായിരുന്നു, എനിക്ക് എങ്ങനെ മുടി കിളിച്ചു. കുറേ പേര് എന്നോട് ചോദിച്ചു, ഈ ഷോൾഡറിൻ്റെ ഭാഗം വരെ ഉള്ളായിരുന്നു എനിക്ക് മുടി, അതെങ്ങനെ താഴ്വരെ ആയി എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തേക്കുമായിരുന്നു. വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മുടെ ആവണക്കെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, ഒലിവ് ഓയിൽ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുമായിരുന്നു. അതൊരു 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഷാമ്പു ഇട്ട് കളയും. ഞാൻ തലയിൽ അങ്ങനെ എണ്ണ കുറേ ദിവസം വെച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. ഞാൻ അപ്പം തന്നെ ഷാമ്പൂ ചെയ്ത് കളയും. അങ്ങനെ തലയിൽ എണ്ണ വെച്ചേക്കുന്ന ഒരാളല്ല. പിന്നെ അതുപോലെ രണ്ടാമത്തെ വെച്ചാൽ മുട്ടയുടെ വെള്ള ആഴ്ചയിൽ ഒരിക്കൽ തേക്കുമായിരുന്നു. ചിലർ പറഞ്ഞാൽ സ്മെല്ലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ പറയാറുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലേ നമ്മുടെ മുടി കിളിക്കുകയുള്ളൂ. നമ്മൾ എന്ത് വേണ്ടി കഷ്ടപ്പെടുന്നു അതുപോലെ നമ്മൾ കെയർ ചെയ്യുന്നു എങ്കിലേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. മുട്ടയുടെ വെള്ള തേക്കുമായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ നന്നായിട്ട് പതപ്പിച്ചിട്ട് മുടിയിൽ നമ്മുടെ ഈ സ്കാൽപ്പിൽ നമ്മൾ തേച്ച് പിടിച്ച് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നിന്നതിന് ശേഷം നമുക്ക് ഷാമ്പു ഇട്ട് കളയാവുന്നതാണ്. അതുപോലെ വേറൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ, തലേന്ന് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് പിറ്റേന്ന് കുതിർത്തിട്ടുന്ന ഉലുവയെ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഉലുവ നമുക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. അതും വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ 2 ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് സ്മെല്ലുകളും കാര്യങ്ങളും ഒക്കെ എടുക്കും, അതൊക്കെ നമ്മൾ സഹിക്കണം. നമ്മൾ ഷാമ്പു ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. ഉലുവയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എനിക്ക് തന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് കിട്ടും, അതും കൂടി ഉലുവയിലിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. നമ്മൾ വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്ന ഫുഡ് നന്നായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. ഇത് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ന്യൂട്രിയൻസിൽ നിന്നും നമുക്ക് മുടി നന്നായിട്ട് കിളിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുടി അതുപോലെ തന്നെ നിൽക്കുന്നത്. പക്ഷെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് ഈ കാലാവസ്ഥയുടെയും പിന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ടും ആയിരിക്കാം പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. ഉലുവ ഒരു ബെസ്റ്റ് റെമഡിയാണ്. അതുപോലെ തന്നെ ഈ ആവണക്കെണ്ണ നല്ലൊരു നമ്മുടെ മുടി നന്നായിട്ട് കിളിക്കാനും ഉള്ളു വെക്കാനും ഒക്കെ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ആവണക്കെണ്ണ. അതുപോലെ തന്നെ ഉലുവയും മുട്ടയുടെ വെള്ളയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ 100% എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് മുടി കിളിച്ചതെന്ന് ഞാൻ ഒരു 100% ഉറപ്പോടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.